ഹേ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം തൻഷിയുടെ പുതിയൊരു വീഡിയോയിലേക്ക്. ഈ ഒരു മാസം, അതായത് ജൂലൈ മാസത്തിൽ നമുക്ക് മെയിനായിട്ട് റിലീസ് ചെയ്യുന്ന സിനിമകളും സീരീസുകളും, അത് തിയേറ്ററിലായാലും അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോമിലായാലും, അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഹോളിവുഡിൽ മെയിനായിട്ടുള്ള റിലീസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ജൂലൈ 4-ാം തീയതി മെയിനായിട്ട് വരുന്ന റിലീസ് എന്ന് പറയുന്നത് സ്പേസ് കാഡറ്റ് എന്ന് പറയുന്ന സിനിമയാണ്. റൊമാൻറ്റിക് ഒരു കോമഡി ജോണറിലൊക്കെ വരുന്ന ഒരു പടം എന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. അപ്പോൾ MR റോബർട്സ്, ടോം ഹാപ്പർ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്ന സിനിമയാണ്. ജൂലൈ 5-ാം തീയതി ഡിസ്പിക്കബിൾ മീ ഫ്രാഞ്ചൈസി ഉണ്ടല്ലോടെ, അതിലെ 4ാമത്തെ പടം വരുന്നുണ്ട്. യൂണിവേഴ്സൽ സ്റ്റുഡിയോസിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ ഇല്ലുമിനേഷൻ സ്റ്റുഡിയോസ് ആണ് അതിന്റെ പ്രൊഡക്ഷൻ വരുന്നത്. ആനിമേഷൻ സിനിമയാണല്ലോ, അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാർട്ട് ഇറങ്ങിയിട്ടുള്ളവർക്കല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാനായിട്ടുള്ളവരാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു പടം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ തിയേറ്ററിലൊക്കെ പോയി കാണുന്നവരൊക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിലല്ല, പുറത്തൊക്കെ ഉള്ളവർ എന്തായാലും തിയേറ്ററിലൊക്കെ പോയി കാണുന്നതാണ്. നമ്മുടെ നാട്ടിൽ അതിന് ഫാൻ ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ലടി, എന്തായാലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അത്തരത്തിൽ റിലീസൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും പടത്തിന്, പക്ഷേ ലാസ്റ്റ് പടത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അതിൻ്റെ ട്രെയിലറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി ഒരു അച്ഛനായിട്ടൊക്കെ മാറി, പുതിയ പാരൻസ് സംഭവങ്ങളും അതിൻ്റെ സംഭവങ്ങളും വില്ലൻ വരുന്നതും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും പാറ്റേൺ. പക്ഷേ നമ്മൾ ലാസ്റ്റ് കണ്ടെന്നുള്ളൂ ഇൻസൈഡ് ഔട്ടിൻ്റെ സെക്കൻഡ് പാർട്ട് $1 ബില്യൺ കളക്ഷൻ നേടിക്കൊണ്ട് ബോക്സ് ഓഫീസിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഫസ്റ്റ് ആനിമേഷൻ മൂവി അല്ലേ, അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായെന്നറിയാം. ജൂലൈ 12-ന് ഫ്ലൈ മീ ടു ദ മൂൺ എന്നിട്ടൊരു പടം വരുന്നുണ്ട്. സ്കാർലറ്റ് ജോഹാൻസണും അതുപോലെ തന്നെ ചാനിങ് ടാറ്റം കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്ന സിനിമയാണ്. അത് ഇതുപോലെ തന്നെ ഒരു റൊമാൻറ്റിക് കോമഡി ജോണറിൽ വരുന്നൊരു പടമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് നമ്മളെ ഈ അപ്പോളോ ലോഞ്ച് ഉണ്ടായിരുന്നുള്ളേ, നാസയുടെ ചന്ദ്രനിലേക്കുള്ള സംഭവം, അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ള സംഭവങ്ങളും ഈ സോവിയറ്റ് യൂണിയൻ ആ സമയത്തൊക്കെ ഉള്ള ഇവർ തമ്മിലുള്ള ആ ഒരു വാറും ആ ഒരു സ്ട്രാറ്റജിക്കൽ വാറൊക്കെ ആയിട്ട് സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡായിട്ട് ഉള്ളൊരു സംഭവമാണ്. അതിൻ്റെ ഒരു ബേസിലുള്ള കഥയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഇവിടത്തൊക്കെ എങ്ങനത്തുള്ള സ്വീകാരം കിട്ടും നമുക്കറിയില്ല. പടം എന്തായാലും വരട്ടെ, ചിലപ്പം നല്ല പടമായിരിക്കും. അതും കഴിഞ്ഞ് ജൂലൈ 26-നാണ് മെയിൻ സാധനം വരാൻ പോകുന്നത്, ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. മാർവൽ സ്റ്റുഡിയോസിന്റെ സിനിമയായിട്ട് MCU സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന പടമായിട്ടാണ് ഇക്കൊല്ലത്തെ മെയിൻ റിലീസുകളിൽ ഒന്നാണ് മാർവലിന്റെ ജൂലൈ 26-ാം തീയതി. കട്ട വെയിറ്റിംഗ് ആണ്. ഒരൊറ്റ കാരണം, ലോഗൻ, വോൾവറിൻ, ഹ്യൂ ജാക്ക്മാൻ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യണത്. പുള്ളിയുടെ അഴിഞ്ഞാട്ടം എന്തായാലും ഉണ്ടാവുന്നതാണ്. പുള്ളിയുടെ ഒന്നും കൂടി സ്ക്രീനിൽ കാണാന്നുള്ളതാണ്. അതാണ് ഇപ്പം എല്ലാ പടങ്ങളും എക്സ്മെൻ തൊട്ട് നമ്മൾ പടം കാണുന്നുണ്ടെങ്കിലും തിയേറ്ററിൽ പടങ്ങളൊന്നും കണ്ടിട്ടില്ല. ലോഗൻ പോലെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളിയെ ഒന്ന് ബിഗ് സ്ക്രീനിൽ ഒരു മാർവൽ ഫാൻസിൻ്റെ ഒക്കെ കൂടെ ഒരു ഫാൻ ഷോ ഒക്കെ കണ്ട് ആസ്വദിക്കണം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ റയൻ റൊണാൾഡ്സും ഇവർ തമ്മിലുള്ള സംഭവങ്ങൾ, പിന്നെ ഒരുപാട് പ്ലോട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാണ് പറയണത്. നോവേ ഹോമിന് ശേഷം ഒരുപാട് ഫാൻ തിയറീസ് ഒക്കെ വന്നിട്ടുള്ളൊരു പടമാണ് റയൻ റൊണാൾഡ്സിൻ്റെ ഡെഡ്പൂളും സംഭവങ്ങളും. അപ്പോൾ അത് പുള്ളിയുടെ ഇവർ തമ്മിലുള്ള ഫൈറ്റും സംഭവങ്ങളും ഹൾക്കുമായിട്ടുള്ള ഫൈറ്റ് ഉണ്ടെന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ അത് വേറെ ലെവൽ ഒരു എക്സ്പീരിയൻസ് പടം തരണതാണ്, ഉറപ്പാണ്. അപ്പോൾ അത് ഇക്കൊല്ലം വെയിറ്റ് ചെയ്യുന്ന കിടിലം പോലത്തെ ഒരു പടമാണ്. അപ്പം ട്രെയിലർ ഇറങ്ങിയിട്ട് കുറേ ആയി. അപ്പോൾ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഏകദേശം നമ്മൾ മന്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മാസം ലാസ്റ്റ് 26-ാം തീയതിയാണ് പടം റിലീസ് ചെയ്യണത്. ഹോളിവുഡിലെ മെയിൻ ആയിട്ടുള്ള റിലീസസ് എന്ന് പറയുന്നത് ഇത്രയാണ്. അത് കഴിഞ്ഞ് നമുക്കൊരു മോളിവുഡിലേക്ക് വരാം. മലയാള സിനിമ എടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിൽ അതായത് ബിഗ് സ്റ്റാർസിൻ്റെ പടങ്ങളൊന്നും മെയിനായിട്ട് മലയാളത്തിൽ നിന്ന് വരാനില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം ചെറിയ പടങ്ങളാണ്. ജൂലൈ 5-ന് കനകരാജം എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്. അത് മുരളി ഗോപി, ഇന്ദ്രൻസും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്ന പടമാണ്. അത് കഴിഞ്ഞ് ജൂലൈ 15-ന് ധ്യാൻ ശ്രീനിവാസന്റെ പാർട്ട്നേഴ്സ് എന്നുള്ളൊരു പടം വരുന്നുണ്ട്. പുള്ളിക്ക് പടം കിട്ടണത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴൊരു ഐഡിയ ഇല്ലടേ. മാസം പടം എടുക്കുന്നുണ്ട്, അതുപോലെ പടം പൊട്ടണമുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു ബെറ്റർ ഒന്ന് അറിഞ്ഞതെങ്കിലും ചെയ്തത്. പുള്ളിയുടെ ഇൻ്റർവ്യൂ കൊണ്ട് അറിഞ്ഞു, ഏട്ടൻ്റെ പടം വിനീതിൻ്റെ പടം എന്നുള്ള രീതിയിൽ വന്നുകൊണ്ട് കുറച്ചും കൂടെ അറിഞ്ഞു. ബാക്കി ലാസ്റ്റ് എന്താണെന്ന് കുടുംബശ്രീയോ അങ്ങനെ എന്തൊരു പടം ഇറങ്ങിയുള്ളൂടെ, പേര് മറന്നുപോയി. പുള്ളിക്ക് പടം പൊട്ടനുണ്ട്, പക്ഷെ കിട്ടണമുണ്ട് എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. അത് കഴിഞ്ഞ് ജൂലൈ 19-ന് പുഷ്പക് വിമാനം എന്ന് പറഞ്ഞിട്ട് സിജു വിൽസൺ നായകനായിട്ട് വരുന്നൊരു പടമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിഗ് കാസ്റ്റിൻ്റെ പടങ്ങളൊന്നും മെയിനായിട്ട് വരാനില്ല. ഇതൊക്കെ പടം വന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ലൂടെ എങ്ങനെയാണ് റെസ്പോൺസ് എന്നുള്ളത്. സൈലന്റ് ഹിറ്റ് അടിക്കാനുള്ള സിനിമകളൊക്കെ ഉണ്ടാവും. മോളിവുഡിൽ നിന്ന് അത്തരത്തിലുള്ള ചരിത്രം ഒരുപാട് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ സൈലന്റ് ഹിറ്റ് അടിക്കുന്ന പടങ്ങളൊക്കെ ഉണ്ടാവട്ടെ, നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് ജൂലൈ 26-ന് ആസിഫ് അലിൻ്റെ ഒരു പടം വരുന്നുണ്ട്, ലെവൽ ക്രോസ് എന്ന് പറഞ്ഞിട്ട്. അമല പോളൊക്കെ നായികയായിട്ട് വരുന്നതും അത് ജിത്തു ജോസഫ് പ്രസന്റ് ചെയ്യുന്ന ഒരു പടമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ലെവലിൽ അനൗൺസ് ചെയ്തപ്പോഴെ തന്നെ ഒരു
എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്ന ഒരു പടമാണ്. ലെവൽ ക്രോസ് അതിൻ്റെ പോസ്റ്ററൊക്കെ കണ്ട സമയത്ത് നമുക്ക് വെറൈറ്റി സംഭവങ്ങളാണ്. പോസ്റ്ററൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സംഭവമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആസിഫ് അലി ഇപ്പോൾ ലാസ്റ്റ് തലവൻ എടുത്തുകൊണ്ട് ചെറിയൊരു കംബാക്കിൻ്റെ ഒരു സൂചന തരുന്നുണ്ട്. അപ്പോൾ പടം എങ്ങനെയായിരിക്കും ഉള്ളത് നമുക്ക് കാണാം. അമല പോളൊക്കെയാണ് നായികയായിട്ട് വരുന്നത്. പിന്നെ ടീസറും ട്രെയിലറൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്താണ് പടം, എന്താണ് സംഭവം എന്നുള്ളത് നമുക്കറിയില്ല. ത്രില്ലർ സംഭവമാണോ എന്താണെന്നുള്ളത് അറിയില്ല. പടം വരട്ടെ, നമുക്ക് കാണാം. തമിഴ് സിനിമേൻ്റെ ചാകര അല്ലെങ്കിൽ തമിഴ് സിനിമയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കൊല്ലത്തിൻ്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ തമിഴ് പടങ്ങൾ കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. എല്ലാ സാഹസന്യ പടങ്ങളുണ്ട്. അപ്പം അതിൽ നമ്മൾ തുടക്കം കുറിക്കാൻ പോവാണ്. ജൂലൈ 12 നമ്മൾ ഉലക നായകൻ കമൽഹാസന്റെ ശങ്കറിന്റെ സംവിധാനത്തിൽ അനിരുദ്ധ മ്യൂസിക് ഒക്കെ ചെയ്തുകൊണ്ട് ഇറങ്ങുന്ന പടമാണ്. ഫസ്റ്റ് പാട്ടായിട്ടുള്ള ഇന്ത്യൻ എന്ന് പറയുന്നതിൻ്റെ ഡയറക്റ്റ് സീക്വലായിട്ടാണ് വരുന്ന പടം. അപ്പോൾ സേനാപതി വീണ്ടും വരികയാണ് സ്ക്രീനിലേക്ക്. ഒന്നാം ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. കാരണം ഒന്നാം ഭാഗം ഒരു ക്ലാസ് പ്ലസ് കൊമേഴ്ഷ്യൽ എലമെന്റ് ഉള്ള പടമാണ്. അത് ഞാൻ അതിന് ട്രെയിലർ വന്നപ്പോൾ അതിൻ്റെ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണാം, ഞാനിവിടെ ലിങ്ക് കൊടുക്കാം. നല്ലൊരു എക്സ്പെക്ടേഷൻ ഉള്ള പടമാണ്. പക്ഷെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു മിസ്സിങ് പോലെ തോന്നിയിടേ. അത് ആ ഒരു ക്യാരക്ടർ, സേനാപതി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഫസ്റ്റ് പാർട്ടിൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കിട്ടില്ലേ, അത്തരത്തിലുള്ള സംഭവം ഉണ്ട്. ഇത് ആ ഒരു ഹീറോയിസം അല്ലെങ്കിൽ ആ ഒരു ലാർജ് ദാൻ ലൈഫ് ക്യാരക്ടർ എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എടുത്തുള്ളൊരു പടം മാത്രമായി പോകുന്നൊരു പേടി. നമുക്ക് നോക്കാം, ചിലപ്പോൾ പൊളിറ്റിക്സ് പറയും. ശങ്കറിന്റെ പ്രസന്റേഷൻ ആ ഒരു ക്യാൻവാസിൽ ബിഗ് ക്യാൻവാസിലൊക്കെ വരുന്ന സമയത്ത് പുള്ളി നല്ല രീതിയിൽ ചെയ്യൂടെ, അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് ജൂലൈ 26 തമിഴിൽ നിന്നും വേറൊരു വലിയ പടം വരുന്നുണ്ട്. അത് നമ്മളെ ധനുഷിന്റെ 50ാമത്തെ സിനിമയാണ്. പുള്ളി തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ് രായൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 26 എല്ലാ സിനിമയും, അപ്പോൾ 26 ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നിന്നുണ്ട്, മലയാളത്തിൽ നിന്നുണ്ട്, തമിഴിൽ നിന്നുണ്ട്. 26 രായൻ എന്ന് പറയുന്ന പടത്തിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ കാസ്റ്റിംഗ് തന്നെയാണ്. കാസ്റ്റിങ്ങും പിന്നെ പുള്ളി തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന പടമായതുകൊണ്ടും അത്തരത്തിലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു പടം തന്നെയാണ്. അപർണ ബാലമുരളി, കാളിദാസ്, നിത്യ മേനോൻ, SJ സൂര്യ, അമല പോള്, വരലക്ഷ്മി, സെൽവരാഘവൻ, അനിക സുരേന്ദ്രൻ, ഇങ്ങനെ കാസ്റ്റിംഗിന്റെ ബേസിൽ അത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പടമാണ് രായൻ. പിന്നെ പുള്ളിനെ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആ രീതിയിൽ എന്തായാലും ക്രാഫ്റ്റിംഗ് ഉള്ള സംഭവം എന്തായാലും ഉണ്ടാവേണ്ടി, ഡയറക്ടോറിയൽ കോൺസെപ്റ്റ് എന്തായാലും ഫുൾഫിൽ ചെയ്യുന്ന പടം തന്നെ ആയിരിക്കും. ബാക്കി കാളിദാസൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാസ്റ്റിംഗിന്റെ ബേസിൽ കിടിലം ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പടമാണ്. സൺ പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പടം നല്ല എന്തായാലും ഒരു ഹൈപ്പിൽ നിൽക്കുന്ന പടം തന്നെയാണ്. ഒന്നാമത് തമിഴ് സിനിമയിൽ ഇപ്പോൾ വരൾച്ച ആയതുകൊണ്ട്, മരുഭൂമി ആയതുകൊണ്ട് മഴ പെയ്യുന്ന സമയത്ത് എന്തായാലും ആൾക്കാർ ഇടിച്ചു കയറുന്നുള്ള ഉറപ്പാണ്. അതിപ്പോൾ ഇന്ത്യൻ 2 ആയാലും അങ്ങനെ തന്നെ ആയിരിക്കും. തമിഴ്നാട്ടിലൊക്കെ റെക്കോർഡ് കളക്ഷൻ ഓപ്പണിംഗ് എന്തായാലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവരിപ്പം പിടിച്ചു നിൽക്കുന്നത് തന്നെ റിലീസ് കൊണ്ടാണല്ലോ. നെക്സ്റ്റ് ബോളിവുഡ് നോക്കുന്ന സമയത്ത് മെയിനായിട്ട് 5 പടങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഒരുപാട് പടങ്ങളുണ്ട്. ഞാൻ മെയിനായിട്ട് ആ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് സിനിമകൾ മാത്രമേ പറയുന്നുള്ളൂ. എല്ലാം നോക്കിക്കഴിഞ്ഞാൽ പടം വീഡിയോ നല്ല ലോങ് ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ടുള്ള സംഭവങ്ങൾ മാത്രം എടുത്ത് പറയണത്. ജൂലൈ 10 വൈൽഡ് പഞ്ചാബ് എന്നുള്ളൊരു പടം വരുന്നുണ്ട്. പിന്നെ ജൂലൈ 12 മെയിനായിട്ടുള്ള പടം. അത് അക്ഷയ് കുമാറിന്റെ സാർഫുരയാണ്. അതായത് നമ്മളുടെ സൂര്യ റിപ്പോർട്ടിന്റെ ഒഫീഷ്യൽ ഹിന്ദി റീമേക്കാണ് പടം. അതിന് ട്രെയിലറൊക്കെ കാണുമ്പോൾ നല്ല രീതിയിലൊരു പുള്ളിയുടെ ആ ഒരു പഴയ അക്ഷയ് കുമാറിന്റെ ടച്ചൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളി ഇപ്പം നമുക്കറിയാലോ, പടക്കം പൊട്ടിച്ച് ബോംബിട്ട് അവസാനം പ്രൊഡ്യൂസറെ കൊണ്ട് ഓഫീസ് വരെ വിപ്പിച്ചു. സത്യം പറഞ്ഞ ബഡമിയ ചോട്ടമിയൊക്കെ വന്ന സമയത്ത്. അപ്പം അതിനൊക്കെ മാറി പുള്ളിയുടെ ആ ഒരു പഴയ ഒരു ആക്ടർ അക്ഷയ് കുമാർ എന്നുള്ള രീതിയിലുള്ളൊരു സംഭവം സിനിമയിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ സൂര്യ ഗസ്റ്റ് റോളൊക്കെ വരുന്നുണ്ട്. അപ്പം പടം എങ്ങനെ റിസപ്ഷൻ കിട്ടുമെന്നുള്ളത് നമുക്കറിയില്ല. ബോളിവുഡിൽ നോർത്തിൽ എങ്ങനെ റിസപ്ഷൻ കിട്ടുമെന്നറിയില്ല. അതിനുശേഷം ജൂലൈ 19 ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്. വിക്കി കൗശാലൊക്കെ നായകനായിട്ട് വരുന്നൊരു പടമാണ്. മുന്നേ ഇറങ്ങിയിട്ടുള്ള 2019 ഇറങ്ങിയിട്ടുള്ള ഗുഡ് ന്യൂസ് എന്നൊരു പടമുണ്ട്. ആ ഒരു പടത്തിന്റെ അതേ മേക്കേഴ്സ് എന്ന് വരുന്നൊരു പടമാണ്. അക്ഷയ് കുമാറിന്റെ പടം തന്നെയായിരുന്നു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് കരീന കപൂറൊക്കെ ഉണ്ടായിരുന്ന പടം. അതിന്റെ മേക്കേഴ്സ് എന്ന് വരുന്ന ബാഡ് ന്യൂസ് എന്നൊരു പടമാണ്. അതിന്റെ സീക്വലും പ്രീക്വലും ആണെന്ന് ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. അതിന്റെ മേക്കേഴ്സ് വരുന്ന അതേ ഒരു കോണ്ടന്റിൽ ബേസ് ചെയ്യുന്ന ഒരു പടമായിരിക്കും. ഇനി നമുക്ക് OTT പ്ലാറ്റ്ഫോമിലേക്ക് പോവാം. OTT പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന സമയത്ത് മെയിനായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് കൂടുതൽ റിലീസസ് വരുന്നത്. ജൂലൈ 3 ബെവർലി ഹിൽ കോപ്പ്, ജൂലൈ 18 കോബ്ര കായുടെ സീസൺ 6 ഉണ്ട്. അതുപോലെ തന്നെ ടു ഹോട്ട് ടു ഹാൻഡിലിന്റെ സീസൺ 6 ജൂലൈ 18 റിലീസ് ചെയ്യുന്നുണ്ട്. വൈക്കിങ്സ് വാൽഹല്ലയുടെ 3rd ആൻഡ് ഫൈനൽ സീസൺ ജൂലൈ 11 റിലീസ് വരുന്നത്. ഇതൊക്കെ കൂടാതെ ജൂലൈയിൽ നെറ്റ്ഫ്ലിക്സിലേക്ക് വേറെ 2 സർപ്രൈസ് സംഭവങ്ങൾ കൂടി വരുന്നുണ്ട്. അത് ലോസ്റ്റും അതുപോലെ പ്രിസൺ ബ്രേക്കും. ഈ 2 സീരീസും നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ജൂലൈ 31 അത് വരുന്നതുള്ളത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രിസൺ ബ്രേക്ക് എന്ന് പറയുന്ന സീരീസും. ഈ രണ്ടും
വേൾഡ് ക്ലാസ് സീരീസുകളാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും മിസ് ചെയ്യാതെ കാണേണ്ട സീരീസുകളാണ്. ലോസും അതുപോലെ തന്നെ പ്രിസൺ ബ്രേക്കും രണ്ടും നെറ്റ്ഫ്ലിക്സിൽ ഈ മന്ത് 31st റിലീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള റിലീസസ് OTT പ്ലാറ്റ്ഫോമിലായാലും തിയേറ്ററിലായാലും ഏതെങ്കിലുമൊക്കെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. കൂടുതൽ ലോങ് ആക്കുന്നില്ല, കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. ബാക്കി നിങ്ങൾക്ക് അറിയാവുന്നത് ഏതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കുക. ബാക്കി നമുക്ക് നോക്കണേ. ഇനി പടക്ക് വന്ന് റിവ്യൂ ഒക്കെ പറയുമ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ ബൈ.